ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസ് ടൂൾ എന്ന ടോപ്പിക്കാണ്. നമ്മുടെ എക്സാം സിലബസിൽ പ്രസ് ടൂളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രസ് വർക്കിംഗ് അല്ലെങ്കിൽ എന്താണ് പ്രസ് ടൂൾ? നമ്മൾ ഒരു ഷീറ്റ് മെറ്റൽ ഓപ്പറേഷന്റെ കേസിലാണ് ഈ പ്രസ് വർക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഷീറ്റ് മെറ്റലിനെ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിൽ അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ സൈസിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഷേപ്പിലേക്ക് ഫോം ചെയ്യുകയോ ചെയ്യുന്ന ഓപ്പറേഷൻസ് ധാരാളം ഉണ്ടാവും അല്ലെ. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ അതുപോലെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലൊക്കെ ഷീറ്റ് മെറ്റൽ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകളിലൊക്കെ നമുക്ക് ഫോം ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് അത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആണ് എന്ത് പ്രസ് വർക്കിംഗ് എന്ന് പറയുന്നത്. പ്രസ് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? എ ചിപ്ലെസ് മാനുഫാക്ചറിംഗ് പ്രോസസ് ബൈ വിച്ച് വേരിയസ് കമ്പോണന്റ്സ് ആർ മെയ്ഡ് ഫ്രം ഷീറ്റ് മെറ്റൽ. മെയിൻ ആയിട്ട് ഷീറ്റ് മെറ്റൽ വർക്കിംഗ്, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിനാണ് ഷീറ്റ് മെറ്റൽ കമ്പോണന്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസ് വർക്കിംഗ് ഉപയോഗിക്കുന്നത്. അതായത് ഇതൊരു ചിപ്ലെസ് മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. നമ്മൾ ഷീറ്റ് മെറ്റലിനെ നമ്മുടെ ഡിസൈർഡ് ഷേപ്പിലേക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് ഫോം ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവിടെ അതിന്റെ തിക്നെസ്സിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ എന്ത് ചെയ്യുന്നില്ല, ഒരു ചിപ്പിംഗ് അവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു തിക്നെസ്സിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ എ ചിപ്ലെസ് മാനുഫാക്ചറിംഗ് പ്രോസസ് ബൈ വിച്ച് വേരിയസ് കമ്പോണന്റ്സ് ആർ മെയ്ഡ് ഫ്രം ഷീറ്റ് മെറ്റൽ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംപിളി പ്രസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രസ് ടൂൾസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഓപ്പറേഷൻ പ്രസ് വർക്ക് ഓപ്പറേഷൻ എപ്പോഴും കോൾഡ് വർക്ക് ഓപ്പറേഷൻ ആണ്. അതായത് കോൾഡ് വർക്കിംഗ് ആണ്. അതായത് മെറ്റലിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെയാണ് നമ്മൾ പ്രസ് വർക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതായത് മെറ്റലിന് എന്ത് ചെയ്യുന്നില്ല, ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ മുകളിൽ ചെയ്യുമ്പോഴാണ് ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം താഴെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മെറ്റലിന്റെ ക്രിസ്റ്റലൈസേഷനോ അല്ലെങ്കിൽ മെറ്റീരിയൽ സ്ട്രക്ചറിനോ എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അതൊരു കോൾഡ് വർക്കിംഗ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രസ് വർക്കിങ്ങിനെ നമ്മൾ കോൾഡ് സ്റ്റാമ്പിംഗ് എന്നുകൂടി പറയാറുണ്ട്. കോൾഡ് സ്റ്റാമ്പിംഗ് എന്നുകൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രസ് വർക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രസ്സിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്? ഈ പ്രസ്സിൽ ഒരു സ്റ്റേഷനറി പാർട്ട് ഉണ്ടാവും, ഒരു മൂവിംഗ് പാർട്ടും ഉണ്ടാവും. ഈ സ്റ്റേഷനറി പാർട്ട് എന്ന് പറയുന്നത് ഒരു ബെഡ്, ആ ബെഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഡൈ ഉണ്ടാവും. നമ്മുടെ റിക്വയർഡ് ഷേപ്പിലേക്ക്, നമ്മുടെ റിക്വയർഡ് ഷേപ്പിന്റെ സൈസിലുള്ള ഹോള് അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റ് മെറ്റൽ ഏത് ഷേപ്പിലാണ് ഫോം ചെയ്യേണ്ടത് ആ ഫോം ചെയ്യുന്ന ആ ഒരു ഷേപ്പിലുള്ള ഒരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡൈയും ആ ഒരു ബെഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു മൂവിംഗ് പാർട്ട് ഉണ്ടാവും. അതായത് ഒരു റാം അല്ലെങ്കിൽ സ്ലൈഡ് ഉണ്ടാവും. ആ റാമിൽ ഒരു പർട്ടിക്കുലർ പഞ്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പിൽ നമ്മൾ ഏത് ഷേപ്പിലാണോ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോം ചെയ്യേണ്ടത് ആ സ്യൂട്ടബിൾ ഷേപ്പിലുള്ള ഒരു പഞ്ചും ആ റാമിനോട് എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്വിപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ റാമിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു മൂവിംഗ് പാർട്ടും ഒരു സ്റ്റേഷനറി പാർട്ടും ഉള്ള ഒരു സ്ട്രക്ചറാണ് പ്രസ്സിനുണ്ടാവുക. ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു സ്റ്റേഷനറി ബെഡ് ഉണ്ടാവും, അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഡൈ ബ്ലോക്ക് ഉണ്ടാവും. ഓക്കെ, ഇതിന് പ്രസ്സിൽ നമുക്ക് ഡിഫറെന്റ് ഒരു സിമ്പിൾ പ്രസ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രസ് ടൂളിന്റെ പാർട്ടുകളൊക്കെ നമ്മൾ നെക്സ്റ്റ് വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റേഷനറി പാർട്ടും ഒരു മൂവിംഗ് പാർട്ടും. ഈ മൂവിംഗ് പാർട്ടിലാണ് റാമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എന്തുണ്ടാവുക, നമ്മുടെ പഞ്ച് ഉണ്ടാവുക. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ റാമിന്റെ ഡൗൺവേർഡ് സ്ട്രോക്കിൽ ഇതിനിടയിലാണ് ഈ പഞ്ചിന്റെയും ഡൈയുടെയും ഇടയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യേണ്ട മെറ്റൽ സ്റ്റോക്ക്, ഷീറ്റ് മെറ്റൽ സ്റ്റോക്ക് സ്ട്രിപ്പ്. അതായത് നമുക്ക് ഏത് മെറ്റലാണോ കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മെറ്റലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ പഞ്ചിനും ഡൈനും ഇടയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഡൗൺവേർഡ് സ്ട്രോക്കിൽ പഞ്ച് എന്ത് ചെയ്യും, ഈ ഡൈ കാവിറ്റിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ റിക്വയർഡ് ഷേപ്പിൽ ഒന്നുകിൽ ഷീറ്റ് മെറ്റൽ നമ്മൾ കട്ടിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്ത് വരും, അല്ലെങ്കിൽ ആ ഷേപ്പിലേക്ക് എന്ത് ചെയ്യും, ഷീറ്റ് മെറ്റലിന്റെ ഷേപ്പ് ഡീഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ റിക്വയർഡ് ഷേപ്പിലേക്ക് ഫോം ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് എന്ത് പറയുന്നത്, പ്രസ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാമ്പിംഗ് ഈസ് പ്രൊവൈഡ് ബൈ ഡൗൺവേർഡ് സ്ട്രോക്ക് ഓഫ് റാം വെൻ പഞ്ച് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ഇൻ ടു ദ ഡൈ ബ്ലോക്ക്. സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനിൽ നമുക്ക് ഫൈനൽ കിട്ടുന്ന മെറ്റൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന മെറ്റൽ
പാർട്ടിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ പാർട്ടിനെയാണ് നമ്മൾ മെറ്റൽ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രസ് വർക്കിങ്ങിന് മെയിൻ ആയിട്ട് എന്താ ഉണ്ടാവുക, ഒരു മൂവിംഗ് പാർട്ട്, ഒരു റാമും അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ബെഡ് ഉണ്ടാവും. ആ ബെഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബെഡിൽ കറസ്പോണ്ടിങ് ഡൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഡൈയിലായിരിക്കും നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ബെഡിന്റെ ഷേപ്പ് എന്തായിരിക്കും, ഈ പഞ്ചിന്റെ ഷേപ്പ് എന്തായിരിക്കും, ഈ പർട്ടിക്കുലർ നമ്മുടെ റിക്വയർമെന്റ് ഈ ഹോളിന്റെ ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷേപ്പ് തന്നെ ആയിരിക്കും പഞ്ചിനുണ്ടാവും. ഇനി ഡൗൺവേർഡ് സ്റ്റോക്കിൽ പഞ്ച് എന്ത് ചെയ്യും, ഡൈ ഹോളിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. ഇത് രണ്ടിന്റെ ഇടയിലായിരിക്കും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക, കട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യേണ്ട മെറ്റൽ സ്റ്റോക്ക് സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനീഷ്യലി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ ഒരു സ്ട്രിപ്പാണ് ഉണ്ടാവുക. അത് നമ്മൾ അതിനിടയിൽ ഫീഡ് ചെയ്ത് ഈ പഞ്ച് താഴേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ, ഡൈഹോളിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ആ ഷേപ്പിലുള്ള മെറ്റൽ ഒന്നുകിൽ കട്ടിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ കട്ട് ചെയ്ത് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷേപ്പിംഗ് ആണെങ്കിൽ ആ ഒരു ഡിസൈഡ് ഷേപ്പിലേക്ക് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രസ് ഓപ്പറേഷനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഒന്ന് കട്ടിംഗ് ഓപ്പറേഷനും ഫോമിംഗ് ഓപ്പറേഷനും. കട്ടിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രിപ്പിൽ നിന്ന്, സ്റ്റോക്ക് സ്ട്രിപ്പിൽ നിന്ന് മെറ്റീരിയൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതേസമയം ഫോമിംഗ് ഓപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെറ്റീരിയൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ കട്ട് ചെയ്യുന്നില്ല. ഫോമിംഗ് ഓപ്പറേഷൻ നോ കട്ടിംഗ് ആണ്, കട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്താണ്, ഒരു പർട്ടിക്കുലർ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് അല്ലെങ്കിൽ കോണ്ടൂറിലേക്ക് വർക്ക് പീസിനെ ചേഞ്ച് ചെയ്യുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ഫോമിംഗ് ഓപ്പറേഷന്റെ കേസിൽ. കട്ടിംഗ് ഓപ്പറേഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ വർക്ക് പീസിൽ ഈ സ്റ്റോക്ക് സ്ട്രിപ്പിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് ആ മെറ്റൽ പാർട്ടിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിംഗ് ഓപ്പറേഷനിൽ ഈ വർക്ക് പീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ബിയോണ്ട് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആയിരിക്കും. ആ മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനേക്കാൾ ബിയോണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സ്ട്രെസ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം ഫോമിംഗ് ഓപ്പറേഷന്റെ കേസിൽ എന്താണ്, സ്ട്രെസ്സസ് ആർ ബിലോ ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് മെറ്റലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനേക്കാൾ ബിലോ ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല, മെറ്റല് കട്ട് ചെയ്ത് മാറുന്നില്ല, പകരം പർട്ടിക്കുലർ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ കോണ്ടൂറിലേക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റൽ കട്ടിങ്ങിന്റെ കേസിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രെസ്സസ് കോസ്ഡ് ഇൻ ദ മെറ്റൽ വിൽ ബി ഷിയറിംഗ് സ്ട്രെസ്സസ്. അതായത് കട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്, ഷിയറിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഷിയറിംഗ് സ്ട്രെസ്സസ് ആയിരിക്കും അവിടെ മെറ്റലിൽ കോസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് മേജർ കോമൺ ആയിട്ടുള്ള പ്രസ് ഓപ്പറേഷൻ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യത്തേത് ബ്ലാങ്കിങ് ഓപ്പറേഷൻ. എന്താണ് ബ്ലാങ്കിങ് ഓപ്പറേഷൻ? നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? നമുക്ക് അറിയാം, ബേസിക് ആയിട്ട് എന്തുണ്ട്, ഒരു ഡൈ കാവിറ്റി ഉണ്ട്, ഒരു ഡൈ ഉണ്ട്, ഒരു പഞ്ച് ഉണ്ട്. ഇത് രണ്ടിന്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റൽ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഷീറ്റ് മെറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പഞ്ചിലേക്ക് ഇവിടെ ഒരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഒരു പഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പഞ്ച് ഇൻസേർട്ട് ചെയ്യുന്നു. പഞ്ച് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പർട്ടിക്കുലർ പാർട്ട് കട്ട് ചെയ്ത് മാറുന്നു. ഇതിനെയാണ് നമ്മൾ ബ്ലാങ്ക് എന്ന് പറയുന്നത്. ബ്ലാങ്കിങ് ഓപ്പറേഷന്റെ കേസിൽ ഈ ബ്ലാങ്ക് ആണ് ഡിസൈഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിക്വയർഡ് പ്രൊഡക്റ്റ്. ബാക്കി ഈ കട്ട് ചെയ്ത ഹോള് ബാക്കി വരുന്ന മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റ് ആണ്. അപ്പോൾ ബ്ലാങ്കിങ് ഓപ്പറേഷന്റെ കേസിൽ എന്താണ്, ബ്ലാങ്ക് ആണ് ഡിസൈഡ് പ്രൊഡക്റ്റ്. അത് ഓർത്ത് വെക്കുക. ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സിന്റെയും ഈ ഷീറ്റ് മെറ്റൽ വർക്ക് പ്രോസസ്സിന്റെ ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്ലാങ്കിങ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്കുള്ള ഒരു ബ്ലാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഓൾമോസ്റ്റ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കേസിലും ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പഞ്ചിങ് അല്ലെങ്കിൽ പിയേഴ്സിംഗ് ഓപ്പറേഷൻ. പഞ്ചിങ് എന്ന് പറയുന്നത് ബ്ലാങ്കിങ് പോലെ തന്നെ ഇവിടെ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഷീറ്റ് മെറ്റലിൽ നമ്മൾ ഈ ഹോള് പ്രൊവൈഡ് ചെയ്ത ഈ ഒരു പർട്ടിക്കുലർ ഷീറ്റാണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോളുള്ള ഷീറ്റാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് മാറപ്പെടുന്ന പാർട്ട് അതെന്താണ്, സ്ക്രാപ്പാണ്. നമ്മൾ ബ്ലാങ്കിങ്ങിന്റെ കേസിൽ അതാണ് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ്. കട്ട് ചെയ്ത് വരുന്ന ബ്ലാങ്ക് ആണ് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ്. പക്ഷെ ഇവിടെ ഈ ഹോളാണ് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ്. അതായത് ഈ നമ്മുടെ ഷീറ്റ് മെറ്റലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോളാണ് നമ്മുടെ ഡിസൈഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്.
ബാക്കി കട്ട് ചെയ്ത് മാറുന്ന പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് ആണ്. ഇനി നോച്ചിങ് ഓപ്പറേഷൻ. നോച്ചിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോച്ചസ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഷീറ്റ് മെറ്റലിന്റെ എഡ്ജില് നമ്മൾ പല ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള നോച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോച്ചിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി പെർഫറേറ്റിംഗ് ഓപ്പറേഷൻ, അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഒരു സിംഗിൾ ഓപ്പറേഷനിൽ വളരെ ക്ലോസ് അറേഞ്ച്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫറേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഒരു സിംഗിൾ ഓപ്പറേഷനിൽ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർഫറേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്ലിറ്റിംഗ്. സ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു ഷീറ്റിൽ ഒരു സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലിറ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്ക്രാപ്പ്, ഇവിടെ മെറ്റീരിയൽ ഒന്നും കട്ട് ചെയ്ത് മാറാത്തതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? സ്ക്രാപ്പ് ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ലാൻസിങ് ഓപ്പറേഷൻ. ലാൻസിങ് ഓപ്പറേഷനും ഓർത്ത് വെക്കുക. ലാൻസിങ് ഓപ്പറേഷനും എന്താണ്? അവിടെയും ഒരു മെറ്റീരിയൽ റിമൂവ് ഉണ്ടാവുന്നില്ല, അവിടെ ഒരു പാർഷ്യൽ കട്ടാണ് കൊടുക്കുന്നത്. നമ്മള് ഈ സ്റ്റോക്കിൽ ഒരു പർട്ടിക്കുലർ പാർഷ്യൽ കട്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പാർഷ്യൽ കട്ട് കൊടുത്തിട്ട് റിമൈനിങ് അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്യും. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക്, റിക്വയർഡ് ആയിട്ടുള്ള ഫോമിലേക്ക് ബെൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാൻസിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വെൻഡൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടാബ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ ലാൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? മെറ്റീരിയൽ ഇവിടെയും റിമൂവ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ഒരു പാർഷ്യൽ കട്ട് കൊടുത്തിട്ട് ആ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നിബിളിംഗ് ഓപ്പറേഷൻ. നിബിളിംഗ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു റിക്വയർഡ് കോണ്ടൂറിലേക്ക് നമ്മൾ ആ റിക്വയർഡ് കോണ്ടൂർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ലാർജ് നമ്പർ ഓഫ് ഓവർലാപ്പിംഗ് ഹോൾസ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് സ്ലിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആ പർട്ടിക്കുലർ കോണ്ടൂറിന്റെ ഷേപ്പ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു ഓവർലാപ്പിംഗ് സീരീസ് ഓഫ് പഞ്ചിങ് ഓപ്പറേഷൻ, അതായത് ഓവർലാപ്പിംഗ് പഞ്ചിങ് ഓപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള കോണ്ടൂറിന്റെ ഷേപ്പിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിബിളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് ഓവർലാപ്പിംഗ് ഹോൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പാത്തിൽ നമുക്ക് കട്ട് ഔട്ട് ചെയ്യേണ്ട കോണ്ടൂറിൽ ഓവർലാപ്പിംഗ് പഞ്ചിങ് പ്രോസസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് എത്തുന്ന പ്രോസസ്സിനാണ് നിബിളിംഗ് പ്രോസസ് എന്നാണ്. ഇതിലേയും നമ്മൾ പറഞ്ഞത് കട്ടിംഗ് പ്രോസസ്സിന്റെ കേസുകളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ബെൻഡിങ്. ബെൻഡിങ് ഒരു മെറ്റൽ ഫോമിംഗ് പ്രോസസ്സാണ്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? മെറ്റൽ കട്ട് ചെയ്ത് മാറുന്നില്ല. അതായത് നമ്മുടെ ഒരു വർക്ക് പീസിനെ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്ത് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബെൻഡിങ് ഓപ്പറേഷൻ. നമ്മുടെ ഷീറ്റ് മെറ്റലിന്റെ അതിനെ ബെൻഡ് ചെയ്ത് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ആംഗിളിലേക്ക് ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ബെൻഡിങ് ഓപ്പറേഷൻ. നെക്സ്റ്റ് ഡീപ്പ് ഡ്രോയിങ് ഓപ്പറേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് നമ്മളൊരു സ്ട്രെയിറ്റ് ബ്ലാങ്കിനെ നമ്മളിപ്പോ ഒരു ബ്ലാങ്കിങ് ഓപ്പറേഷൻ ഒരു സ്ട്രെയിറ്റ് ബ്ലാങ്ക് ക്രിയേറ്റ് ചെയ്തു. അതിനെ ഒരു ഹോളോ കാവിറ്റി ഉള്ള നമ്മുടെ റിക്വയർഡ് ഷേപ്പിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ഡീപ്പ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ ബ്ലാങ്കിനെ നമ്മൾ ഡൈഡ് പഞ്ചിനിടയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി പഞ്ച് ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോൾ, ഡൈയുടെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതൊരു നമ്മുടെ റിക്വയർഡ് ഷേപ്പിലുള്ള ഒരു ഹോളോ പാർട്ടായിട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡീപ്പ് ഡ്രോയിങ് പ്രോസസ്. എ പ്രോസസ് ഓഫ് ഫോമിങ് a flat workpiece into a hollow shape by means of punch which causes blank to flow into the die cavity. ഇവിടെ ഫോമിംഗ് പ്രോസസ് ആണ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാൾ താഴെയായിരിക്കും. അപ്പം എന്ത് ചെയ്യും? മെറ്റല് ആ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്ക് ഒരു കപ്പിന്റെ ഒരു ഹോളോ ഷേപ്പിലേക്ക് എന്ത് ചെയ്തു? ഫോം ചെയ്തു. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഡീപ്പ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കുറെ പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ ഉണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് മെറ്റൽ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒന്നോ അതിലധികമോ പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അതായത് ഫൈനലിൽ നമുക്ക് കിട്ടുന്ന വർക്ക് പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റൽ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. പ്രസ് വർക്കിംഗ് ഓപ്പറേഷന്റെ ഫൈനലിൽ കിട്ടുന്ന മെറ്റൽ വർക്ക് പീസ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റൽ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഓപ്പറേഷൻ അനുസരിച്ചിട്ട്, നമ്മുടെ പ്രസ് വർക്ക് ഓപ്പറേഷൻ അനുസരിച്ച് അതിന്റെ മെറ്റൽ സ്റ്റാമ്പിങ്ങിന്റെ സൈസിലും അതുപോലെ തന്നെ ഷേപ്പിലും ഒക്കെ എന്തായിരിക്കും? ഷേപ്പൊക്കെ പലതരത്തിലായിരിക്കും, വളരെ വൈഡ് ആയിട്ട് വേരി ചെയ്യാം. ഓക്കെ,
ഇനി നമ്മൾ സാധാരണഗതിയിൽ പ്രസ് വർക്കം ഓപ്പറേഷൻ ചെയ്യുന്നത് 0.1 mm ടു 6 അല്ലെങ്കിൽ 8 mm തിക്നെസ് വരെയുള്ള ഷീറ്റ് മെറ്റൽ സ്ട്രിപ്സിലാണ്. സ്റ്റോക്ക് മെറ്റീരിയലിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.1 mm ടു 6 അല്ലെങ്കിൽ 8 mm തിക്നെസ് വരെയാണ്. 6 to 8 mm തിക്നെസ് വരെ, 0.1 mm ടു 6 or 8 mm തിക്നെസ് വരെയാണ് സ്റ്റോക്ക് മെറ്റീരിയലിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റാമ്പിംഗ് പ്രോസസ്സിന്റെ കേസിൽ ഈ ഫോം ചെയ്യുന്ന മെറ്റൽ പാർട്ടിന്റെ വാൾ തിക്നെസ്, അതായത് ഇനീഷ്യലിന്റെയും ഫൈനൽ സ്ട്രിപ്പിന്റെയും വാൾ തിക്നെസ്സിൽ കാര്യമായിട്ട് എന്തുണ്ടാവില്ല, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ താഴെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വാൾ തിക്നെസ്സിൽ എപ്പോഴും സാധാരണഗതിയിൽ വാൾ തിക്നെസ് എന്തായിരിക്കും, വാൾ തിക്നെസ് റിമൈൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്ലൈറ്റ്ലി എന്തായിരിക്കും, ഇനീഷ്യൽ തിക്നെസ്സിനുമായിട്ട് സ്ലൈറ്റ്ലി ഒരേ തിക്നെസ് തന്നെയായിരിക്കും എന്തുണ്ടാവുക സ്റ്റാമ്പിംഗ് പ്രോസസ്സിൽ ഈ മെറ്റൽ സ്റ്റാമ്പിങ്ങിന്റെ വാൾ തിക്നെസ്. ഇനി നെക്സ്റ്റ് ഇലാസ്റ്റിക് റിക്കവറി അല്ലെങ്കിൽ സ്പ്രിംഗ് ബാക്ക്. എന്താണ് ഈ മെറ്റൽ ഫോമിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ മെറ്റൽ ഫോമിംഗ് പ്രോസസ്സിൽ ഇലാസ്റ്റിക് റിക്കവറി അല്ലെങ്കിൽ സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത്? പ്രസ് ഓപ്പറേഷനിൽ നമ്മളൊരു മെറ്റലിനെ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്തെന്നായിരിക്കും. ഒരു ബെൻഡിങ് പ്രോസസ്സിൽ പർട്ടിക്കുലർ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ പഞ്ച് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയല് അതിന്റെ ആ ഒരു പർട്ടിക്കുലർ ബെൻഡ് ചെയ്ത ആംഗിളിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യും, കുറച്ച് വീണ്ടും അത് പഴയ പൊസിഷനിലേക്ക് റീഗെയിൻ ചെയ്യും. അതായത് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഡീഫോർമേഷൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, പർട്ടിക്കുലർ ആംഗിൾ കുറയും. അപ്പോൾ ഇങ്ങനെ തിരിച്ച് നമ്മുടെ ഫോം ചെയ്ത ഷേപ്പിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഡീഫോർമേഷൻ റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഫൈനലി ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് നമ്മൾ അതിനെ ബെൻഡ് ചെയ്തു, പക്ഷെ ആ ഒരു പ്രഷർ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പഞ്ച് റിമൂവ് ചെയ്യുമ്പോൾ അത് തിരിച്ച് ഒരു ഫുള്ളല്ല ഒരു ചെറിയ എമൗണ്ട് എന്ത് ചെയ്യും, ചെറിയ എമൗണ്ട് അത് ഇലാസ്റ്റിക് റിക്കവറി കാരണം തിരിച്ച് എന്ത് ചെയ്യും, ആ ഒരു തിരിച്ച് ആ ഡിഫോർമേഷൻ എന്ത് ചെയ്യും, കുറയും. അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ഫിനോമിനെയാണ് സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രിംഗ് ബാക്ക് കൂടുന്നത് നമ്മൾ മെറ്റീരിയലിന്റെ ഈൽഡ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ, ഈൽഡ് പോയിന്റ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ സ്പ്രിംഗ് ബാക്കും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈൽഡ് പോയിന്റ് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ സ്പ്രിംഗ് ബാക്കും കൂടുതലായിരിക്കും. ഇനി ഈ സ്പ്രിംഗ് ബാക്കിനെ നമ്മൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പ്രിംഗ് ബാക്ക് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഡിഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആംഗിളിനേക്കാളും അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിനേക്കാളും കുറച്ച് കൂടുതൽ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഡിസൈഡ് ലിമിറ്റിനേക്കാളും ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യും, ബിയോണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിഫോം ചെയ്യും. ബിയോണ്ട് ആയിട്ട് നമ്മൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ ഡിഫോം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, സ്പ്രിംഗ് ബാക്ക് നടക്കുമ്പോൾ, സ്പ്രിംഗ് ബാക്ക് വന്നിട്ട് ആ ഒരു എമൗണ്ട് ഡിഫോർമേഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റിക്വയർഡ് ഷേപ്പിലേക്ക് അല്ലെങ്കിൽ റിക്വയർഡ് എമൗണ്ടിലേക്കായിരിക്കും എത്തുന്നത്. അതായത് നമ്മൾ വേണ്ടതിൽ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഡിഫോം ചെയ്യും. അപ്പോൾ സ്പ്രിംഗ് ബാക്ക് ഫിനോമിനലും കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിക്വയർഡ് ഷേപ്പിലേക്ക് അല്ലെങ്കിൽ റിക്വയർഡ് ലിമിറ്റിലേക്ക് മെറ്റീരിയൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് സ്പ്രിംഗ് ബാക്ക് അല്ലെങ്കിൽ ഇലാസ്റ്റിക് റിക്കവറി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഈ പ്രസ് വർക്കിംഗ് എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ പ്രസ് ടൂൾസിന്റെ ഡിഫറെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ്. എങ്ങനെയാണ് ഈ പ്രസ് ടൂൾസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? പ്രസ് ടൂൾസിനെ നമ്മൾ ഡിഫറെന്റ് ഒരു 5 ടൈപ്പ്, ഡിഫറെന്റ് ഫാക്ടർ അനുസരിച്ച് 5 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അതായത് സോഴ്സ് ഓഫ് പവർ സോഴ്സിനനുസരിച്ചിട്ട് പ്രസ് ടൂൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആക്ച്വേഷൻ, മെത്തേഡ് ഓഫ് ആക്ച്വേഷൻ ഓഫ് റാം ആക്ച്വേറ്റ് ചെയ്യുന്ന, ആ സ്ലൈഡ് മൂവ്മെന്റ് ആക്ച്വേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രസ് ടൂൾസിനെ നമ്മൾ ക്ലാസിഫൈ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്ലൈഡ്സ്, പ്രസ്സിൽ മൂവ് ചെയ്യുന്ന പഞ്ചസിന്റെ എണ്ണം, അതായത് സ്ലൈഡ്സിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രെയിമിനനുസരിച്ചിട്ട്, ടൈപ്പ് ഓഫ് പ്രസ് മെഷീന്റെ അല്ലെങ്കിൽ പ്രസ് ടൂളിന്റെ ഫ്രെയിമിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏത് ടൈപ്പ് വർക്കാണോ പെർഫോം ചെയ്യേണ്ടത് അതിനനുസരിച്ചും പ്രസ് ടൂളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈപ്പ് പ്രസ് ടൂൾസ് ആണുള്ളത്. അതായത് പ്രസ് ടൂൾസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സോഴ്സ് ഓഫ് പവറിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെത്തേഡ് ഓഫ് ആക്ച്വേഷൻ ഓഫ് റാമിന്റെ ആക്ച്വേഷനെ
അതിന്റെ മെത്തേഡിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് സ്ലൈഡ്സിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് ഫ്രെയിമിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് വർക്കാണ് പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓരോ ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. അത് ഒന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് സോഴ്സ് ഓഫ് പവർ. പവറിനനുസരിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രസ്സസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. പവറിനനുസരിച്ച് സോഴ്സ് ഓഫ് പവറിനനുസരിച്ചിട്ട് പ്രസ് ടൂളിനെ നമ്മൾ മാനുവൽ പ്രസ്സസ്, മെക്കാനിക്കൽ പ്രസ്സസ്, ഹൈഡ്രോളിക് പ്രസ്സസ്, ന്യൂമാറ്റിക് പ്രസ്സസ്, ഇങ്ങനെ 4 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പവറിനനുസരിച്ചിട്ട് നമ്മൾ മാനുവൽ പ്രസ്, മെക്കാനിക്കൽ പ്രസ്, ഹൈഡ്രോളിക് പ്രസ്, ഇങ്ങനെ 4 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് മാനുവൽ പ്രസ്. മാനുവൽ പ്രസ് എന്ന് പറഞ്ഞാൽ പെരുവളത്തിന് എന്താണ്, അവിടെ പവർ ചെയ്യുന്ന മാനുവൽ ഓപ്പറേറ്റർ ആണ്. ആ പ്രസ് എന്ന് പറഞ്ഞാൽ മാനുവൽ ഓപ്പറേറ്റർ ആണ്. ഹാൻഡ് അല്ലെങ്കിൽ ഫുഡ് പവേർഡ് ആണ് മാനുവൽ പ്രസ്സസ് എന്നാണ്. ഹാൻഡ് അല്ലെങ്കിൽ ഫുഡ് പവേർഡ്, അതായത് ലിവർ അല്ലെങ്കിൽ സ്ക്രൂ അല്ലെങ്കിൽ ഗിയർ സിസ്റ്റം ഒക്കെ നമ്മൾ മാനുവൽ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് ഹാൻഡ് അല്ലെങ്കിൽ ഫുഡ് പവർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് പ്രസ്സുകളാണ് എന്ത്, മാനുവൽ പ്രസ് എന്ന് പറയുന്നത്. ഫ്ലൈ പ്രസ്, അതുപോലെ തന്നെ ആർബർ പ്രസ്, പിന്നെ ടോഗിൾ ജോയിന്റ് പ്രസ്, ഇതൊക്കെ എന്താണ് മാനുവൽ പ്രസ്സിന് എക്സാമ്പിളാണ്. മാനുവൽ പ്രസ്സിന് എക്സാമ്പിളാണ്. ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ ഹാൻഡ് അല്ലെങ്കിൽ ഫുഡ് ഓപ്പറേറ്റഡ് ആയിട്ടായിരിക്കും സ്ലൈഡ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ റാം മൂവ് ചെയ്യുന്നത് ഹാൻഡ് അല്ലെങ്കിൽ ഫുഡ് പവേർഡ് ആയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനുവൽ പ്രസ് ഉപയോഗിക്കാൻ പറ്റില്ല. സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിപ്പയർ വർക്കിനൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ മാനുവൽ പ്രസ്. നിങ്ങൾ വർക്ക്ഷോപ്പുകളിലോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ റിപ്പയർ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പ്രസ്സുകൾ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് മെക്കാനിക്കൽ പ്രസ്സസ്. മെക്കാനിക്കൽ പ്രസ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റാമിന്റെ ലീനിയർ മൂവ്മെന്റ് ഒബ്റ്റൈൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലൈ വീൽ ഡ്രിവൺ സിസ്റ്റം. ഇവിടെ റാമിന്റെ ലീനിയർ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും, ഒരു ഫ്ലൈ വീൽ ഡ്രിവൺ സിസ്റ്റം ആണ് റാമിന്റെ ലീനിയർ മൂവ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രസ്സുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ പ്രസ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പ്രസ്സിൽ ഒരു ഫ്ലൈ വീൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഫ്ലൈ വീലിനെ ഡ്രിവൺ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു ഇലക്ട്രിക്കൽ മോട്ടോർ ആയിരിക്കും ഫ്ലൈ വീലിനെ ഡ്രിവൺ ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്ലൈ വീൽ അറ്റാച്ച്ഡ് സിസ്റ്റം ആയിരിക്കും, ഒരു ഡ്രൈവർ സിസ്റ്റം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റാമിന്റെ ലീനിയർ മൂവ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ പ്രസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് കൂടുതൽ പ്രസ്സുകൾ എന്താണ്, മെക്കാനിക്കൽ പ്രസ്സുകളാണ്. മെക്കാനിക്കൽ ഫ്ലൈ വീൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ പ്രസ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രസ്സുകൾ. ഇനി നെക്സ്റ്റ് ഹൈഡ്രോളിക് പ്രസ്. ഹൈഡ്രോളിക് പ്രസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഇവിടെ റാമിന്റെ ആക്ച്വേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ലാർജ് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് കപ്പിൾഡ് ടു ഹൈഡ്രോളിക് പമ്പ്. ഹൈഡ്രോളിക് പമ്പിനോട് കപ്പിൾ ചെയ്തിരിക്കുന്ന ഒരു ലാർജ് സിസ്റ്റം ഹൈഡ്രോളിക് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ് റാമിന് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. റാമിന്റെ ലീനിയർ മൂവ്മെന്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ എന്താണ്, ഒരു ഹൈഡ്രോളിക് സിസ്റ്റം ആയിരിക്കും. അതായത് ഓയിൽ പ്രഷറിനനുസരിച്ച്, ഹൈഡ്രോളിക് ഓയിലിൽ നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റാം മൂവ് ചെയ്യുന്നത്. ഇനി മെക്കാനിക്കൽ പ്രസിന്റെ കേസിൽ മെക്കാനിക്കൽ പ്രസിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റർ റണ്ണിങ് പ്രസ്സുകളാണ് എന്ത്, മെക്കാനിക്കൽ പ്രസ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് പ്രസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഫാസ്റ്റർ പ്രസ്സുകളാണ് മെക്കാനിക്കൽ പ്രസ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ക്യാപിറ്റൽ, അതായത് ഇനീഷ്യൽ കോസ്റ്റും എന്താണ്, ഇനീഷ്യൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ കോസ്റ്റ് എന്താണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതൊക്കെയാണ് മെക്കാനിക്കൽ പ്രസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഫാസ്റ്റർ മൂവിങ് പ്രസ്സുകളാണ്. അതുപോലെ തന്നെ എന്താണ്, അതായത് ആ സ്ലൈഡ് മൂവ് ചെയ്യുന്നതായിരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ലോവർ ക്യാപിറ്റൽ കോസ്റ്റ് ആണ് മെക്കാനിക്കൽ പ്രസിന്റെ കേസുകളിൽ. ഇനി ഹൈഡ്രോളിക് പ്രസിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മോസ്റ്റ് വെർസറ്റൈൽ ആൻഡ് ഈസിയർ ടു ഓപ്പറേറ്റ്. അതായത് നമുക്ക് പലതരം ഓപ്പറേഷനിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് പ്രസ്സുകളാണ് ഹൈഡ്രോളിക് പ്രസ്. കുറച്ചും കൂടി വെർസറ്റൈൽ ആയിട്ടുള്ള പ്രസ്സുകളാണ്. അതുപോലെ തന്നെ ടണ്ണേജ് കപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും 0 മുതൽ മാക്സിമം വരെ. ടണ്ണേജ് കപ്പാസിറ്റി അഡ്ജസ്റ്റബിൾ ഫ്രം 0 ടു മാക്സിമം. അതായത് നമുക്ക് പ്രസിന്റെ കപ്പാസിറ്റി, പ്രസിന്റെ ഓയിൽ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രസിന്റെ കപ്പാസിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ടണ്ണേജ് കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രഷർ ക്യാൻ ബി മെയിൻറ്റൈൻഡ് ത്രൂ ഔട്ട് ദ സ്ട്രോക്ക്. അതായത് മെക്കാനിക്കൽ പ്രസിന്റെ ഒക്കെ കേസിൽ ഈ സ്ട്രോക്ക് ലെങ്ത്തിൽ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കണമെന്നില്ല. ഈ ആക്ച്വേറ്റിംഗ് മെക്കാനിസത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ സ്ട്രോക്ക് ലെങ്ത്തിൽ പല പോയിന്റുകളിൽ എന്ത് ചെയ്യാം, ഈ പ്രഷർ വേർ ചെയ്യാം. അതായത് അതേസമയം ഹൈഡ്രോളിക് പ്രസിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ത്രൂ ഔട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റോക്കിൽ കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫോഴ്സ് ആൻഡ് സ്പീഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ത്രൂ ഔട്ട് ദി സ്റ്റോക്കിലെ സ്പീഡും ഫോഴ്സും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് പ്രസ് എന്താണ്, മോസ്റ്റ് പവർഫുൾ ആണ്, അല്ലെങ്കിൽ മോർ പവർഫുൾ ദാൻ മെക്കാനിക്കൽ പ്രസ് ആണ് ഹൈഡ്രോളിക് പ്രസ്സുകൾ. പിന്നെ എന്താണ്, പ്രഷർ സെറ്റിംഗ്, നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രഷറിലേക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ എന്താണ്, സേഫ് ആണ്. കമ്പാരിറ്റീവ്ലി സേഫർ പ്രസ്സുകളാണ് ഹൈഡ്രോളിക് പ്രസ്. പിന്നെ നമുക്ക് ഈ സ്ട്രോക്ക് ലെങ്ത്, ഹൈഡ്രോളിക് പ്രസിന്റെ കേസിൽ സ്ട്രോക്ക് ലെങ്ത് എന്ത് ചെയ്യാം, നമുക്ക് വേരി ചെയ്യാം. നമുക്ക് പർട്ടിക്കുലർ ലിമിറ്റിൽ, അതായത് അതിന്റെ സിലിണ്ടർ, ഹൈഡ്രോളിക് സിലിണ്ടറിന്റെ ട്രാവലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്ട്രോക്ക് ലെങ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേരി ചെയ്യാൻ പറ്റും ഹൈഡ്രോളിക് പ്രസിന്റെ കേസിൽ. അതുപോലെ പ്രസ് ക്യാൻ എക്സൈറ്റ് ഫുൾ ടണ്ണേജ് അറ്റ് എനി പൊസിഷൻ ഓഫ് റാം സ്റ്റോക്ക്. റാമിന്റെ നേരത്തെ പറഞ്ഞ പോലെ റാമിന്റെ സ്റ്റോക്ക് എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ടണ്ണേജ് ഫുൾ ലോഡ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റും ഹൈഡ്രോളിക് പ്രസിന്റെ കേസിൽ. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് പ്രസിന്റെ കേസിൽ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ സ്ലോ മൂവിംഗ് ആണ്. സ്ലോവർ മൂവിംഗ് പ്രസ്സുകളാണ് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പ്രസിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലോവർ മൂവിംഗ് പ്രസ്സുകളാണ് എന്ത്, ഹൈഡ്രോളിക് പ്രസ്. ഹൈഡ്രോളിക് പ്രസ് ഈസ് സ്ലോവർ ദാൻ മെക്കാനിക്കൽ പ്രസ്. അപ്പൊ ഇത്രയാണ് ഹൈഡ്രോളിക് പ്രസ്സും മെക്കാനിക്കൽ പ്രസിന്റെ കമ്പാരിസൺ വരുന്നത്. ഇനി നെക്സ്റ്റ് ന്യൂമാറ്റിക് പ്രസ്. ന്യൂമാറ്റിക് പ്രസ് പേര് പോലെ തന്നെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ന്യൂമാറ്റിക് പവറിലായിരിക്കും. എയർ ഓപ്പറേറ്റഡ് പ്രസ് ആണ് എന്ത്, ന്യൂമാറ്റിക് പ്രസ് എന്ന്. ന്യൂമാറ്റിക് സിലിണ്ടർ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, റാമിനെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ആക്ച്വേഷൻ ഓഫ് സ്ലൈഡ്സ്. മെത്തേഡ് ഓഫ് ആക്ച്വേഷൻ ഓഫ് സ്ലൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. കോമൺ ആയിട്ട് ലോങ്ങർ സ്ട്രോക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രസ്സുകൾ എന്തായിരിക്കും, ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, റാമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ മെക്കാനിക്കൽ ഫ്ലൈ വീല് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ റാമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, റാമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റ് ഡ്രിവൺ ആയിരിക്കും റാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോങ്ങർ സ്റ്റോക്ക് ആണെങ്കിൽ മോസ്റ്റ് കോമൺ ഡ്രൈവ് എന്തായിരിക്കും, ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും. ലോങ്ങർ സ്റ്റോക്ക് ആണെങ്കിൽ മോസ്റ്റ് കോമൺ ഡ്രൈവ് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും. ഇനി സ്മോളർ സ്റ്റോക്കിന്റെ കേസിൽ എക്സെൻട്രിക് ഡ്രൈവുകൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. എക്സെൻട്രിക് ഡ്രൈവുകളായിരിക്കും ഈ സ്മോളർ സ്റ്റോക്കിന്റെ കേസിൽ സ്ലൈഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് റാമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എക്സെൻട്രിക് ഡ്രൈവ് ആയിരിക്കും സ്മോളർ സ്റ്റോക്കിന്റെ കേസിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ക്യാം ഉപയോഗിക്കാം, ടോഗിൾ ഉപയോഗിക്കാം, റാക്ക് ആൻഡ് പിനിയൻ, സ്ക്രൂ, നക്കിൾ ജോയിന്റ്, ഇതൊക്കെ എന്തായിരിക്കും, നക്കിള്, ഇതൊക്കെ നമ്മൾ റാമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസം ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും പ്രസ്സുകൾ ഉണ്ടാവും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രസ്സുകൾ, ഡിഫറെന്റ് ഏതൊക്കെയാണ് ആക്ടിവേറ്റിംഗ് മെക്കാനിസം, ക്യാം ആണോ അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ ആണോ സ്ക്രൂ ആണോ, ഇതൊക്കെ ആയിരിക്കും ഏതൊക്കെയാണ് ഈ ഒരു പ്രസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പിലാണ് പ്രസ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി വളരെ ലോങ് സ്റ്റോക്കിന്റെ കേസിലാണ്, വെരി ലോങ് സ്റ്റോക്കിന്റെ കേസിലാണെങ്കിൽ അവിടെ ആക്ടിവേറ്റിംഗ് മെക്കാനിസം സാധാരണ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, റാക്ക് ആൻഡ് പിനിയൻ ഡ്രൈവ് ആയിരിക്കും. റാക്ക് ആൻഡ് പിനിയൻ ഡ്രൈവ് ആയിരിക്കും. ഇത് റാക്ക് ആൻഡ് പിനിയന്റെ കേസിൽ സ്ലൈഡ് മൂവ് ചെയ്യുന്നതായിരിക്കും, എപ്പോഴും ഒരു യൂണിഫോം മൂവ്മെന്റ് ആയിരിക്കും സ്ലൈഡിന് ഉണ്ടാവുക. സ്ലൈഡ് മൂവ് ചെയ്യുന്നത് യൂണിഫോം മൂവ്മെന്റ് ആയിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റിനെ, ക്രാങ്ക് ഡ്രൈവിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഒരു യൂണിഫോം മൂവ്മെന്റ് ആയിരിക്കും റാക്ക് ആൻഡ് പിനിയൻ ഡ്രൈവിന്റെ കേസിൽ ഉണ്ടാവുക. ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസം റാക്ക് ആൻഡ് പിനിയൻ ആണെങ്കിൽ. ഇനി ഹൈഡ്രോളിക് പ്രസ്സിൽ അല്ലെങ്കിൽ ന്യൂമാറ്റിക് പ്രസ്സിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ന്യൂമാറ്റിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിലിണ്ടർ ആയിരിക്കും. അപ്പം മെത്തേഡ് ഓഫ് ആക്ടിവേഷൻ ഓഫ് സ്ലൈഡ്സിനനുസരിച്ച്, സ്ലൈഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിനനുസരിച്ച് നമുക്ക് ഇത്രയും ടൈപ്പായിട്ട് എന്ത് ചെയ്യാം, പ്രസ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പ്രസ്സുകളുണ്ട്, അതുപോലെ തന്നെ എക്സെൻട്രിക് ഡ്രൈവുകൾ ഉപയോഗിക്കുന്ന പ്രസ്സുകളുണ്ട്, ടോഗിൾ അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ, പിന്നെ ക്യാം, ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രസ്സുകളുണ്ട്. പിന്നെന്താണ്, വളരെ ലോങ് സ്റ്റോക്കിന്റെ കേസിലാണെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ ഡ്രൈവ് ആയിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത്രയാണ് ആക്ടിവേഷൻ ഓഫ് സ്ലൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രസ്സുകൾ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സ്ലൈഡ്സ്, അതായത് മൂവിംഗ് സ്ലൈഡ്സിന്റെ എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മൂവിംഗ് പാർട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ, പ്രസിന്റെ മൂവിംഗ് പാർട്ടും ഉണ്ടാവും, സ്റ്റേഷനറി പാർട്ട്. മൂവിംഗ് പാർട്ടിൽ മൂവിംഗ് സ്ലൈഡ്സിന്റെ അതായത് മൂവിംഗ് പഞ്ചിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിംഗിൾ ആക്ഷൻ പ്രസ്, അതുപോലെ തന്നെ ഡബിൾ ആക്ഷൻ പ്രസ്, ട്രിപ്പിൾ ആക്ഷൻ പ്രസ്, ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ആക്ഷൻ പ്രസ് എന്ന് പറഞ്ഞാൽ വൺ റാം വിച്ച് ആക്ട് അഗെയിൻസ്റ്റ് എ ഫിക്സഡ് ബെഡ്. ഒരു ഫിക്സഡ് ബെഡിന് അഗെയിൻസ്റ്റ് ആയിട്ട്
എന്തായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഒരു റാം ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, ഒരു സിംഗിൾ റാം ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഫിക്സഡ് ബെഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റാം മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള പഞ്ചസിനെയാണ്, അങ്ങനെയുള്ള പ്രസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ ആക്ഷൻ പ്രസ് എന്ന് പറയുന്നത്. ഇവിടെ സാധാരണഗതിയിൽ സിംഗിൾ ആക്ഷൻ പ്രസ്സുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ബ്ലാങ്കിങ്, പഞ്ചിങ്, ബെൻഡിങ്, പിയേഴ്സിങ്, ഷാലോ ഡ്രോയിങ്, അതായത് ഡെപ്ത് കുറഞ്ഞ ഡ്രോയിങ് ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? സിംഗിൾ ആക്ഷൻ പ്രസ് ആയിരിക്കും. ബ്ലാങ്കിങ്, പഞ്ചിങ്, പിയേഴ്സിങ്, ബെൻഡിങ്, ഈ കേസിലൊക്കെ സിംഗിൾ ആക്ഷൻ പ്രസ്സുകളായിരിക്കും. ഇനി നെക്സ്റ്റ് ഡബിൾ ആക്ഷൻ പ്രസ്. ഡബിൾ ആക്ഷൻ പ്രസിന്റെ കേസിൽ പേര് പോലെ തന്നെ എന്തുണ്ടാവും? 2 സ്ലൈഡ്സ് ഉണ്ടാവും. രണ്ട് മൂവിങ് സ്ലൈഡ്സ് ഉണ്ടാവും. ഒരു ഇന്നർ വണ്ണും ഒരു ഔട്ടർ വണ്ണും സെയിം ഡയറക്ഷനിൽ, അതായത് ഫിക്സഡ് ബെഡിന് അഗേൻസ്റ്റ് ആയിട്ട് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് സ്ലൈഡ്സ് ഉണ്ടാവും, 2 പഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു ഔട്ടർ പഞ്ച് ഉണ്ട്. ഇവിടെ ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്ന എന്താണ്? മെറ്റൽ ബ്ലാങ്ക് ആണ്. അവിടെ ഒരു ഔട്ടർ പഞ്ച്, ഇതുപോലെ ഒരു ഔട്ടർ പഞ്ച് ഉണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ഒരു എന്തുണ്ട്? സെക്കൻഡ് ഇന്നർ പഞ്ചും ഉണ്ട്. ഓക്കെ, ആദ്യത്തെ മൂവ്മെന്റിൽ ഔട്ടർ പഞ്ച് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് ഈ ബ്ലാങ്കിനെ ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഈ ഔട്ടർ പഞ്ച് ഒരു ബ്ലാങ്ക് ഹോൾഡർ പോലെയും ആക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ്, അതായത് ആദ്യത്തെ ഫസ്റ്റ് സ്ലൈഡ് മൂവ് ചെയ്തു, ഇനി സെക്കൻഡ് ഇന്നർ സ്ലൈഡ് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ഈ മൂന്നാമത്തെ ഫിഗറിൽ കാണിച്ച പോലെ കൂടുതൽ ഡീപ്പ് ആയിട്ടുള്ള ഡ്രോയിങ്, അല്ലെങ്കിൽ ഡീപ്പ് ആ ഷേപ്പ് എന്തരും കൂടുതൽ ഡീപ്പ് ഡ്രോയിങ് ഷേപ്പിലേക്ക് അത് ഫോം ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ഔട്ടർ പഞ്ച് മൂവ് ചെയ്തു, ഫസ്റ്റ് പഞ്ച്, പിന്നെ എന്ത് ചെയ്തു? ഒരു സെക്കൻഡ് ഇന്നർ പഞ്ച് മൂവ് ചെയ്തു. അങ്ങനെ 2 സ്ലൈഡിങ് മെക്കാനിസം അവിടെ ഉണ്ട്, 2 സ്ലൈഡ്സ് അവിടെ ഉണ്ട്. അങ്ങനെയുള്ള പ്രസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ ആക്ഷൻ പ്രസ്. സാധാരണഗതിയിൽ ഡീപ്പ് ഡ്രോയിങ് ഓപ്പറേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഡബിൾ ആക്ഷൻ പ്രസ് സാധാരണ ഉപയോഗിക്കുകയാണ് ഡീപ്പ് ഡ്രോയിങ് ഓപ്പറേഷന്റെ കേസിൽ. ഈ എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പർട്ടിക്കുലർ ഓപ്പറേഷനിൽ ഏത് ടൈപ്പ് പ്രസ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ട്രിപ്പിൾ ആക്ഷൻ പ്രസ്സിൽ എന്താണ്? 3 സ്ലൈഡിങ് മെറ്റീരിയൽ ഉണ്ടാവും, 3 സ്ലൈഡ്സ് ഉണ്ടാവും. അതായത് ഇവിടെ ഡബിൾ ആക്ഷൻ പ്രസ്സിൽ പറഞ്ഞതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള 2 സ്ലൈഡ്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ അഗൈൻസ്റ്റ് ഫിക്സഡ് ബെഡ് ആൻഡ് തേർഡ് ഓർ ലോവർ സ്ലൈഡ് മൂവിങ് അപ്വേർഡ് ത്രൂ ഫിക്സഡ് ബെഡ്. അതായത് ബെഡിൽ നിന്ന് 2 എണ്ണം എന്തായിരിക്കും? ഡബിൾ ആക്ഷൻ പ്രസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും? ഡബിൾ ആക്ഷൻ പ്രസ്സിന്റെ സെയിം കേസ് 2 സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സ്ലൈഡ്സ് ഉണ്ടാവും. ഒന്ന് അതായത് ഫിക്സഡ് ബെഡിന് അഗെയിൻസ്റ്റ് ആയിട്ട്, പിന്നെ ഈ ഫിക്സഡ് ബെഡിന് അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മൂന്നാമത്തെ ഒരു ലോവർ സ്ലൈഡും കൂടി ഉണ്ടാവും, തേർഡ് ലോവർ സ്ലൈഡും കൂടി ഉണ്ടാവും. അങ്ങനെയുള്ള ആക്ഷൻ പ്രസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രിപ്പിൾ ആക്ഷൻ പ്രസ് എന്ന് പറയുന്നത്. 3 സ്ലൈഡ്സ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഇത് സാധാരണഗതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡീപ്പ് ഡ്രോയിങ് ഓപ്പറേഷൻസിൽ, അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർ ബോഡി പാനൽസ്, ലാർജ് വർക്കിന്റെ ഒക്കെ കേസിലാണ് സാധാരണ ട്രിപ്പിൾ ആക്ഷൻ പ്രസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്ലൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രസ്സിനെ സിംഗിൾ ആക്ഷൻ പ്രസ്, ഡബിൾ ആക്ഷൻ പ്രസ്, ട്രിപ്പിൾ ആക്ഷൻ പ്രസ്, ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഫ്രെയിമിന്റെ ടൈപ്പിനനുസരിച്ചിട്ട്, പ്രസ്സിന്റെ ഫ്രെയിമിന്റെ ടൈപ്പിനനുസരിച്ചിട്ട് നമുക്ക് ഗ്യാപ്പ് ഫ്രെയിംസ് അല്ലെങ്കിൽ സി ഫ്രെയിം പ്രസ് എന്ന് പറയാം. അതുകൂടെ സ്ട്രെയിറ്റ് സൈഡ് പ്രസ്, ഇങ്ങനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സി ഫ്രെയിംസ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫ്രെയിം പ്രസ്, അതുപോലെ സ്ട്രെയിറ്റ് സൈഡ് പ്രസ്. ആദ്യത്തേത് ഗ്യാപ്പ് ഫ്രെയിം അല്ലെങ്കിൽ സി ഫ്രെയിം പ്രസ്. ഇവിടെ ഈ പ്രസിന്റെ കേസിൽ പ്രസിന്റെ ഗിബ് ഉണ്ടാവില്ല, ബോഡി. ഈ ഗിബ് ഈ സി എന്നുള്ള ലെറ്ററിന്റെ ഷേപ്പിൽ ആണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇതേപോലെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. അതായത് ഹൗസിംഗ് ഓഫ് ഗ്യാപ്പ് ഫ്രെയിം പ്രസ് ആർ കട്ട് ബാക്ക് ബിലോ ദ ഗിബ്സ് ടു ഫോം ഷേപ്പ് ഓഫ് ലെറ്റർ സി. ഈ പ്രസിന്റെ ഹൗസിങ് ഇവിടെ എന്തുണ്ടാവും? ഒരു സി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വൈഡർ ആയിട്ടുള്ള സ്റ്റോക്ക് സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ മെറ്റൽ സ്ട്രിപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിൽ ഫീഡ് ചെയ്യാൻ പറ്റും.
ഈ ടൈപ്പ് പ്രസ്സിൽ ഫീഡ് ചെയ്യാൻ പറ്റും. ഗ്യാപ്പ് ഫ്രെയിം പ്രസ് അല്ലെങ്കിൽ സി ഫ്രെയിം പ്രസ്സിൽ. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചാൽ അവിടെ ഒരു സി ഷേപ്പിലുള്ള ഹബ് എന്തായിരിക്കും, പ്രസിന്റെ ഹൗസിങ് സി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഗിബ് ഒരു സി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രസ്സുകളെയാണ് നമ്മൾ സി ഫ്രെയിം പ്രസ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫ്രെയിം പ്രസ് എന്ന് പറയുന്നത്. അവിടെ അഡ്വാൻറ്റേജ് എന്താണ്, വൈഡർ ആയിട്ടുള്ള സ്ട്രിപ്പുകൾ, മെറ്റൽ സ്ട്രിപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സാധാരണഗതിയിൽ വെർട്ടിക്കൽ ആയിട്ടുള്ളതും ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പൊസിഷനിലുള്ള ഉണ്ടാവും. ഇൻക്ലൈൻഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇവിടെ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റലുകൾ എന്ത് ചെയ്യും, പാർട്ട് ഗ്രാവിറ്റിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഗ്രാവിറ്റിയിൽ തന്നെ ഈ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, മെറ്റൽ പാർട്ടുകൾ റിമൂവ് ആയി പോകും. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൈൻഡ് പൊസിഷനിലും ഉണ്ടാവും, എന്തുണ്ടാവും, സ്ട്രെയിറ്റ് പൊസിഷനിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതും ഉണ്ടാവും, ഓപ്പൺ ഫ്രെയിമും ഉണ്ടാവും, ബാക്ക് ഫിക്സഡ് ആയിട്ടുള്ള ടൈപ്പും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് ഫ്രെയിം എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ഒരു സി ഷേപ്പിലായിരിക്കും അതിന്റെ ഹൗസിങ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് സ്ട്രെയിറ്റ് സൈഡ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ, പേര് പോലെ തന്നെ സൈഡില് രണ്ട് സ്ട്രെയിറ്റ് ഹൗസിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സ്ട്രെയിറ്റ് സൈഡ്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹൗസിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റാം മൂവ് ചെയ്യുന്നത്. ഈ ഇൻബിറ്റ്വീൻ ഈ രണ്ട് സ്ട്രെയിറ്റ് ഹൗസിങ്ങിന് ഇൻബിറ്റ്വീൻ ആയിട്ടായിരിക്കും റാം സ്ലൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലൈഡ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഹെവി വർക്കുകൾ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പ്രസ്സുകളാണെന്ത്, സ്ട്രെയിറ്റ് സൈഡ് ഫ്രെയിം. അത് ഓർത്ത് വെക്കുക, യൂസ്ഡ് ഫോർ ഹെവി വർക്കിന്റെ കേസിൽ ഉപയോഗിക്കുന്ന ഫ്രെയിം ഏതായിരിക്കും, സ്ട്രെയിറ്റ് സൈഡ് ഫ്രെയിം. ഇനി നെക്സ്റ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ടൈപ്പ് ഓഫ് വർക്ക്, അത് പെർഫോം ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്കിനനുസരിച്ചിട്ടും പ്രസ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പഞ്ചിങ് പ്രസ്, അതായത് പഞ്ചിങ് ഓപ്പറേഷൻ, ബാങ്കിങ് ഓപ്പറേഷൻ, ഡ്രോയിങ് ഓപ്പറേഷൻ, ബെൻഡിങ് ഓപ്പറേഷൻ, ഫോമിംഗ് ഓപ്പറേഷൻ, കോയിനിങ് ഓപ്പറേഷൻ, എംബോസിംഗ്, അങ്ങനെ ഡിഫറെന്റ് ഓപ്പറേഷൻ അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രസ്സുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പഞ്ചിങ് പ്രസ്, ബ്ലാങ്കിങ് പ്രസ്, ഡ്രോയിങ് പ്രസ്, അങ്ങനെ ഡിഫറെന്റ് ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രസ്സിനെ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ്, അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് സ്ട്രിപ്പ് ഫീഡിങ്. അതായത് നമ്മുടെ സ്റ്റോക്ക് സ്ട്രിപ്പ് മാനുവൽ ആയിട്ടാണോ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡ് ആണോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാനുവൽ പ്രസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡ് പ്രസ് എന്ന് രണ്ടായിട്ട് അവിടെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ്, അക്കോർഡിംഗ് മെത്തേഡ് ഓഫ് റിമൂവിങ് ഫിനിഷ്ഡ് പാർട്ട്. അതായത് ഫിനിഷ്ഡ് പാർട്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ചിട്ട് പ്രസസ് വിത്ത് ഡൈ വിത്ത് എ ഹോൾ ത്രൂ വിച്ച് പാർട്ട് ഡ്രോപ്പ്. അതായത് ഡൈയിൽ ഒരു പെർട്ടിക്കുലർ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അവിടെ അതിലൂടെ ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, ആ പാർട്ടിലൂടെ ആയിരിക്കും ഫിനിഷ്ഡ് പാർട്ട് റിമൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഹോളിലൂടെ ഫിനിഷ്ഡ് പാർട്ട് റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, one in which component is ejected upward and then removed by a positive knockout. അതായത് ഈ കമ്പോണന്റ് ഇജക്ട് ചെയ്തിട്ട് നോക്കൗട്ട് വെച്ചിട്ട്, പോസിറ്റീവ് നോക്കൗട്ട് മെക്കാനിസം വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നത്. നോക്കൗട്ട് എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ പറയും. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പിലും നമുക്ക് പ്രസ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ those in which finished part are removed by compressed air or manually. compressed air വെച്ചിട്ടോ അല്ലെങ്കിൽ മാനുവലിയോ ഫിനിഷ്ഡ് പാർട്ട് റിമൂവ് ചെയ്യുന്ന ടൈപ്പ് പ്രസസ്. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ല ഇത് രണ്ടും. ഇത് ജസ്റ്റ് ആ ഒരു ടൈപ്പ് പറയുമ്പോൾ പറഞ്ഞു മാത്രം. ഇനി നെക്സ്റ്റ്, പ്രസ് സെലക്ഷൻ. എങ്ങനെയാണ് നമ്മളൊരു പ്രസ് സെലക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്രസ് സെലക്ടറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പ്രസ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഒന്ന്, ഓവറോൾ സൈസ് ഓഫ് വർക്കിന്റെ ഓവറോൾ സൈസ്, സ്റ്റോക്ക് സ്ട്രിപ്പിന്റെ തിക്നെസ്, മെറ്റീരിയൽ, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, എന്ത് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ഏത് ടൈപ്പ് പ്രസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത്, കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. ഏത് ടൈപ്പ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓപ്പറേഷൻ ആണ് ആ ഒരു പർട്ടിക്കുലർ പ്രസ്സിൽ പെർഫോം ചെയ്യേണ്ടത്. പവർ റിക്വയർഡ്, എത്രമാത്രം പവർ റിക്വയർഡ് ആണ്. നെക്സ്റ്റ്, സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് വർക്കിന്റെ ഓവറോൾ വർക്ക് സൈസ്, പിന്നെ സ്റ്റോക്ക് സ്ട്രിപ്പിന്റെ തിക്നെസ്, സ്ട്രിപ്പിന്റെ മെറ്റീരിയൽ, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യാനുള്ളത്. പവർ റിക്വയർഡ്, പവറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ടൈപ്പ് പ്രസ് വേണോ, ഹൈഡ്രോളിക് വേണോ, മെക്കാനിക്കൽ വേണോ, അതുപോലെ
അങ്ങനെ ഡിഫറെന്റ് പവർ റിക്വയർമെന്റിനനുസരിച്ചിട്ടുള്ള സെലക്ഷൻ, പിന്നെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ സ്പീഡിനനുസരിച്ചിട്ട് നമ്മൾ പ്രസ് സെലക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഒരു പ്രസ് സെലക്ടിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓവറോൾ വർക്ക് സൈസ്, സ്റ്റോക്ക് തിക്നെസ്, മെറ്റീരിയൽ, കൈൻഡ് ഓഫ് ഓപ്പറേഷൻ, പവർ റിക്വയർഡ് ആൻഡ് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ സാധാരണഗതിയിൽ പഞ്ചിങ്, ബ്ലാങ്കിങ്, ട്രിമ്മിങ് ഓപ്പറേഷന്റെ ഒക്കെ കേസിൽ ക്രാങ്ക് അല്ലെങ്കിൽ എക്സെൻട്രിക് ടൈപ്പ് മെക്കാനിക്കൽ പ്രസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ പറയുന്ന എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് തറവായിട്ട് ഓർത്ത് വെക്കണം. കാരണം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ ഇതേപോലെ ഈ ഓരോ ടൈപ്പ് ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന പ്രസ്സുകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പം പഞ്ചിങ്, ബ്ലാങ്കിങ്, ട്രിമ്മിങ് ഓപ്പറേഷനിലൊക്കെ സാധാരണ ക്രാങ്ക് അല്ലെങ്കിൽ എക്സെൻട്രിക് ടൈപ്പ് മെക്കാനിക്കൽ പ്രസ് ആണ് യൂസ് ചെയ്യുക. കാരണം അവിടെ സ്റ്റോക്ക് ലെങ്ത് കുറവാണ്, സ്മോളർ വർക്കിംഗ് സ്റ്റോക്ക് ആൻഡ് ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ആണ്. ഓക്കെ, അതായത് പഞ്ചിങ് ഓപ്പറേഷനിലൊക്കെ നല്ല ഹൈ പ്രൊഡക്ഷൻ റേറ്റ് വേണ്ട ഓപ്പറേഷൻസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വർക്കിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഹൈ പ്രൊഡക്ഷൻ, സ്മോൾ വർക്കിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ആണ് ഈ കേസുകളിൽ. അപ്പോൾ പഞ്ചിങ്, ബ്ലാങ്കിങ്, ട്രിമ്മിങ് ഓപ്പറേഷനൊക്കെ കേസിൽ ക്രാങ്ക് അല്ലെങ്കിൽ എക്സെൻട്രിക് ടൈപ്പ് മെക്കാനിക്കൽ പ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബെൻഡിങ് ഓപ്പറേഷന്റെ കേസിൽ സ്ട്രെയിറ്റ് സൈഡ് അപ്പ് ഫ്രെയിം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സിംഗിൾ ആക്ഷൻ പ്രസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ബെൻഡിങ് ഓപ്പറേഷനിൽ സ്ട്രെയിറ്റ് സൈഡ് അപ്പ് ഫ്രെയിം പ്രസ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സിംഗിൾ ആക്ഷൻ പ്രസ്. ഇനി കോയിനിങ് അല്ലെങ്കിൽ സ്ക്യൂസിംഗ് ഓപ്പറേഷന്റെ ഒക്കെ കേസിൽ നക്കിൾ ജോയിന്റ് മെക്കാനിക്കൽ പ്രസ് ആണ് ഐഡിയലി ഉപയോഗിക്കുന്നത്. ഓക്കെ, കോയിനിങ് അല്ലെങ്കിൽ സ്ക്യൂസിംഗ് ഓപ്പറേഷന്റെ കേസിൽ. പിന്നെ അതുപോലെ ഹൈഡ്രോളിക് പ്രസ് ബെറ്റർ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രസ്സിംഗ്, ഫോമിംഗ് ആൻഡ് ഡ്രോയിങ് ഓപ്പറേഷന്റെ ഒക്കെ കേസിൽ മെയിൻ ആയിട്ടും വരുന്നത് എന്താണ്? ഹൈഡ്രോളിക് പ്രസ് ആണ്. കാരണം അതൊരു സ്ലോവർ പ്രോസസ് ആണ്. കൂടുതൽ പവർ റിക്വയർഡ് ആയിട്ടുള്ള പ്രോസസ്സുകളിൽ എന്താണ്? ഹൈഡ്രോളിക് പ്രസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രസ്സിംഗ്, ഫോമിംഗ് ആൻഡ് ഡ്രോയിങ് ഓപ്പറേഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഡ്രോളിക് പ്രസ്സുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രസ് സെലക്ഷന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഓവറോൾ സൈസ് ഓഫ് വർക്ക്, സ്റ്റോക്ക് തിക്നെസ്, മെറ്റീരിയൽ, കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്, പവർ റിക്വയർഡ്, സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രസ് ടൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് പ്രസ് ടൂൾ അല്ലെങ്കിൽ പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രസ് ഓപ്പറേഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രസ് ടൂളിന്റെ സെലക്ഷൻ ഓഫ് പ്രസ് ടൂൾ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.